ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 4 ശ്ലോകം 2. ബ്രഹ്മചര്യദൃഢതാതിബിർയമൈരപ്ലവാദിനിയമൈശ്ചപാവിത കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമഭിവാഭവൽപരാ. സാരാംശം. കഴിഞ്ഞ ശ്ലോകത്തിൽ തക്കതായ ആരോഗ്യം സിദ്ധിച്ചാൽ യമനിയമാദി അഷ്ടാംഗ യോഗാനുഷ്ഠാനം കൊണ്ട് അവിടുത്തെ പ്രീതി നേടാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൻ പ്രകാരം യമം, നിയമം, ആസനം എന്ന 3 തരം അനുഷ്ഠാനമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അല്ലയോ ഭഗവാനെ, കാരുണ്യമൂർത്തി, ഞാൻ അങ്ങയെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ബ്രഹ്മചര്യനിഷ്ഠ, അഹിംസ, സത്യം, അസ്തേയം തുടങ്ങിയ യമങ്ങളാലും സ്നാനം, ജപം, തപസ്, ഹോമം തുടങ്ങിയ നിയമങ്ങളാലും പരിശുദ്ധി നേടി നിന്തിരുവടിയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പത്മാസനം മുതലായ ഏതെങ്കിലും ആസനത്തിലൊന്നിനെ ഉറപ്പിച്ചോളാം. ഇതിനെന്നെ അനുഗ്രഹിക്കണമേ എന്ന ആന്തരികമായൊരു പ്രാർത്ഥനയും കൂടിയുണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ ബ്രഹ്മചര്യനിഷ്ഠയെപ്പറ്റി പറഞ്ഞുവല്ലോ. ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ വിവാഹം കഴിക്കാതിരിക്കലല്ല. ഗൃഹസ്ഥാശ്രമികളും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നുണ്ട്. പുരാണങ്ങളിൽ ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കർദമൻ, അത്രി, വസിഷ്ഠൻ, മരീചി തുടങ്ങിയ സപ്തർഷികൾ ഗൃഹസ്ഥാശ്രമികളായിരുന്നു. ബ്രഹ്മം എന്നുവെച്ചാൽ ഈശ്വരൻ എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. അതായത് യാതൊരു അന്യചിന്തയുമില്ലാതെ ഈശ്വരമാർഗത്തിൽ ചരിക്കുന്നവനാരോ അവൻ ബ്രഹ്മചാരി. ആ രീതിയെയാണ്, നിഷ്ഠയെയാണ് ബ്രഹ്മചര്യനിഷ്ഠയെന്ന് പറയുന്നത്. പിന്നെ അഹിംസ. ഏതെങ്കിലും ഒരു പ്രാണിയെ ഇല്ലാതാക്കലല്ല, നശിപ്പിക്കലല്ല ഹിംസ. ശാരീരികമായും മാനസികമായും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ദ്രോഹിക്കുന്നതിനെ ഹിംസ എന്ന് പറയും. യാതൊരു തരത്തിലുള്ള മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാതെ പരിരക്ഷിക്കുന്നതിനെയാണ് അഹിംസ എന്നുദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്നാനവും. എല്ലാവരും സ്നാനം ചെയ്യാറുണ്ട് അഥവാ കുളിക്കാറുണ്ട്. അത് ബാഹ്യമായ ശുചിയെ തരുന്നുള്ളൂ. ഇവിടെ ആന്തരികമായ ശുചിയും കൂടി വേണം. അതിന് നിരന്തരമായ നാമസങ്കീർത്തനാദികൾ ആവശ്യമാണ്. എന്നാൽ മാത്രമേ സ്നാനമാകുന്നുള്ളൂ. അസ്തേയം. തേയം എന്ന് വെച്ചാൽ മോഷണം, കളവ് എന്നൊക്കെ പറയാം. ഇവിടെ നമ്മുടേതല്ലാത്ത വസ്തുക്കൾ അന്യമാണ്, അന്യൻ്റേതാണ് എന്ന ചിന്തയോടെ മുന്നോട്ട് പോകണം. അവനവൻ ആത്മസുഖത്തിനാഹരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം എന്നതിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.